ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും വിശേഷമൊക്കെ എന്താണ്? വിശേഷമൊക്കെ അറിയിക്കും. കാണണവര് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളവിടെ ഒന്നും ഇന്നലത്തെ അതേപോലത്തെ ഉണ്ടോ, ഗ്യാസ് കിട്ടിയിട്ടില്ല കേട്ടോ. അടുപ്പില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ പൊറാട്ടയെ കൊടുന്നു കൊല്ലാൻ പോയിട്ടുണ്ട്. എന്താ കൊല്ലണാവോ? ഇന്നലെ പൊറാട്ട കൊണ്ട് തിന്നാൻ കഴിക്കുന്നില്ല. ചായ വെക്കാനും പറ്റൂല. ചായ പിന്നെ വാങ്ങിയ മുതലാവില്ലല്ലോ. അങ്ങനെയൊക്കെ പടം നിലത്തെ പൊറോട്ട അവിടെ രണ്ടെണ്ണം കൂടി ഇരിക്കുക. ഇനിയിപ്പോൾ അത് ചൂടാക്കാനും പറ്റൂല, കളയേണ്ടി വരും. കുട്ടികൾക്കൊക്കെ നോമ്പല്ലേ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കും. ഇതുപോലെ ആരോടെങ്കിലും അടുപ്പില്ലാത്തവരുണ്ടെങ്കിൽ പറയൂ. പിന്നെ ഒരു കുറ്റിയുള്ളൂ, 2 കുറ്റി ഉണ്ടെങ്കിൽ സുഖമാണ്. ഞാൻ കഴിഞ്ഞ നോമ്പിന് മുന്നല്ലേ വന്നത്. അപ്പം അവിടുത്തെ 2 കുറ്റിന്ന് 1 കൊടുന്നതാ. അപ്പോൾ ഒരു കണക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പൊ ആരുടെയും ബുക്കുമ്പോൾ വേണം നടക്കാൻ. അപ്പോൾ ഒന്ന് ഭക്ഷണം കൊടുന്നത് കാണിച്ചു തരാം. ഇന്നത്തെ വിശേഷം എന്താ കൊല്ലാണാവോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഗ്യാസ് ഊരി വെച്ചിട്ട് രാവിലെ ഒന്ന് വണ്ടി വരും പറഞ്ഞിട്ട്, ഗ്യാസ് വണ്ടി വരും പറഞ്ഞിട്ടേ. ഇപ്പം ഇന്ന് നെയ്ച്ചോറ കൊടുക്കുന്നത്, കുറച്ച് മസാലയും. അപ്പം മോനെന്താ ഇട്ടിക്കണത് ആയിക്കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ബിരിയാണി ആക്കി പറഞ്ഞിട്ട് നെയ്ച്ചോറും മസാലയും പാടെ കൂട്ടി ഇളക്കി അങ്ങനെ വെച്ചിക്ക. അപ്പോൾ ബിരിയാണി ആയില്ലേ, അവൻ പറയുമ്പോൾ ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിന്നെ കച്ചമ്പറ്, പിന്നെ അച്ചാർ ഇട്ടിട്ടില്ല കേട്ടോ. അച്ചാർ എന്താണ്, അച്ചാറിന് നാരങ്ങ അച്ചാർ ഞാൻ ഇട്ടുണ്ട്, നോമ്പിൻ്റെ മുന്നേ ഇട്ടതുണ്ട്. എന്നാലും ചോറിൻ്റെ കൂടെ കിട്ടലുണ്ടല്ലോ, ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊന്നും പാടിപ്പോൾ കൊടുന്നിക്കുന്നു. പിന്നെ മഞ്ഞ തണ്ണിമത്തനാണ് കൊടുന്നിക്കണം. തണ്ണിമത്തൻ എണ്ണക്കടി കൊടുത്തിട്ടില്ല. എണ്ണക്കടി ദിവസം എല്ലാവർക്കും അല്ല, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ മാങ്ങയും ഇഞ്ചിയും പുതിനയിലും ഇട്ടിട്ട് മുജീത്ത ഉണ്ടാക്കിക്കുകയാണ്. ഒക്കെ മോൻ്റെ വകയാണ്. ഞാൻ പിരാന്ത് കുടിച്ചിട്ട് തല്ലുകൂടിക്ക് വരിക്കുന്നു എൻ്റെ മാപ്പിളനോട് ഗ്യാസ് ഓടിക്കായിട്ട്. അപ്പോൾ അതാ മോനുണ്ടായിട്ടുണ്ട്. ചോറൊക്കെ വന്നെ പാത്രത്തിൽ ഇട്ട് പാവം. ഓനക്കൊക്കെ റെഡിയാണ് 6 മണിയാകുമ്പോഴത്തേക്ക്, എന്നാലും സമാധാനമുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് ഒരു താത്ത പഴയത് തന്നതാ കേട്ടോ. അങ്ങനെ എൻ്റെ അടുക്കള ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അടുക്കളയും വീടും. അപ്പം അതാണ് വീതന. ഇവിടെ അടുപ്പിൽ ഇവിടെ ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട്, ഗ്യാസ് സ്റ്റവ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല അവർ. അപ്പം ഞാൻ ടീ പോയി വെച്ചിട്ടാവും സ്റ്റവ് വെച്ചിട്ട്. ഇത് ഇന്നലത്തെ പൊറാട്ട ഇട്ടോ. ഇനിയിപ്പോൾ ആരാ അത് കഴിക്കുക? പൊറോട്ട 2 എണ്ണം ഉണ്ടായില്ല. പിന്നെ സാധനങ്ങൾ അളക്കും കുപ്പിയൊക്കെ ഇവിടെയൊക്കെ പാത്രങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട്, സിങ്ക് ഉണ്ട്, പിന്നെ പൈപ്പ് സിങ്കുണ്ട്. അതാ പിന്നെ ഒരു സമാധാനം. പിന്നെ മേലെ അളുക്കുകളൊക്കെ ഉള്ളൊരു പലകുണ്ട്, പലക പോലെ ഇരുമ്പിൻ്റെ. അളുക്കുകൾ കുറച്ചൊക്കെ വെക്കാം. പിന്നെ സ്റ്റാൻഡ് ഞാൻ വാങ്ങിയതാ കേട്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിയതാ. പിന്നെ വേസ്റ്റും ബക്കറ്റ് ഒക്കെ നിറച്ച് വെച്ചിരിക്കണു മകൻ മോന്. പിന്നെ അതാ ഇങ്ങനെ വന്നാൽ ഇവിടെ ടീ പോയ്മ സ്റ്റവ് വെച്ചിരിക്കുകയാണ് പറഞ്ഞില്ലേ. ഫ്രിഡ്ജും അല്ലാത്തൊന്നുമില്ല. പിന്നെ ഇവിടെ കസാല 2 എണ്ണം. ഇതെൻ്റെ ഉമ്മര ഭാഗം. അടുക്കളുടെ ഒരു തലയാണ് ഉമ്മരം. അങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങാം. എനിക്ക് കയറണേനെ അടുക്കള, ഇത് വഴി. അവിടെ നിന്ന് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വന്നാൽ ഇതെങ്ങനെ കയറിയ അടുക്കള. ഫ്രിഡ്ജിൻ്റെ അപ്പുറത്ത് അടുപ്പ് കണ്ടില്ല നിങ്ങൾ. പിന്നെ ഇങ്ങനെ കയറിയ ഇത് റൂം. ഇതന്നെയാണ് നമ്മുടെ കൊട്ടാരം. ഇനിയൊരു വീട് വെക്കണം. ഇവിടെ കൊട്ടയും സാധനങ്ങളൊക്കെ വെച്ച് മക്കൾ പരത്തിട്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോ ചിത്രം വരെ. ഇത് വാതിലിൻ്റെ ഉള്ളിൽ, ഇത് നമുക്കുള്ള റൂമല്ല, ഇതിൻ്റെ ഉള്ളിൽ വാടകയുടെ സാധനങ്ങൾ വെച്ചിരിക്കുക. കർട്ടനും കസാലയൊക്കെ. നമുക്ക് ഈ ഹാൾ തന്നെ ഉള്ളൂ. ആ വാതിലപ്പുറത്തുനിന്ന് കുറ്റിയിട്ട അവർ ലോക്കാക്കിക്കും. പിന്നെ എന്താ പായും പുതപ്പും സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയുള്ള സ്ഥലത്ത്. അലമുറയൊന്നും ഇല്ലല്ലോ, ഒക്കെ വാങ്ങണം. അലമുറയും കട്ടിലും കസാല ഇപ്പോൾ വാങ്ങിയത് 2 എണ്ണം അടവിന്. ഫ്രിഡ്ജ് ഒരു താത്താണ് എൻ്റെ കൂടെ എടുത്തെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം. 5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിക്ക് വഴിയില്ല. വഴി 4 അടി വഴിയുണ്ട്. അതിൽ കൂടെ അല്ല കല്ലും വണ്ടിയൊന്നും വരണ്ടാവില്ല. എന്താ കാട്ടണമെന്ന് അറിയില്ല. വീട് വെക്കാൻ തന്നെ പൈസല്ല. പിന്നെ കടത്ത് കൂലി ആകുമ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ബേജാറാവുന്നുണ്ട്, പേടിയാവുന്നുണ്ട്.
എന്നാ വീടാവുകയെന്ന് അറിയില്ല. നോമ്പ് കഴിഞ്ഞിട്ടൊരു തറ ഇടാർന്നു എന്ന് ഉദ്ദേശമുണ്ട്. പഠിച്ചാൽ സാധിപ്പിച്ച് തന്നാൽ. കയ്യിലൊന്നും ഇല്ല കേട്ടോ. ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ വേണം. കടം മേടിക്കാനും പേടിയാണ്. കടം മേടിക്കാപ്പോൾ കാര്യങ്ങൾ നടക്കുമോ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുത്തിരിക്കുക. അപ്പോൾ അതാണ് വീട് വെക്കാൻ കരുതുന്ന സ്ഥലം. അപ്പോൾ 12 കൊല്ലമായി വാങ്ങിയിട്ട് അതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാനും മോനും പാടെ മാക്സി കൊണ്ട് പോയതാ അതിനൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തതാ. പെരുന്നാളല്ല, ആരെങ്കിലും മാക്സികൾ എടുത്തെങ്കിലോ വെച്ചിട്ടേ. അപ്പോൾ ഇതാണ് ഇവിടെ തോന്നുന്നു അതിരി കമ്പിയൊക്കെ ഉണ്ട് കുഴിച്ചിട്ട്. അതിപ്പോൾ കാണാനില്ല അളക്കുമ്പോഴേ. അപ്പുറത്ത് പെരണ്ട്, ഇപ്പുറത്ത് പെരണ്ട്, നടുവിലാട്ടോ സ്ഥലം, 5 സെൻറ്റ് സ്ഥലം. ഇതാണിപ്പോൾ ഈ കാണുന്നത്. ക്ലിയർ ഇല്ലല്ലേ ഫോണ്, അത്ര പോരാ, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കും, എല്ലാവരും ഒന്ന് ഷെയറും ഒക്കെ ചെയ്യും. 4000 വാച്ച് അവറൊക്കെ ആയിട്ട് മോണിറ്റേഷൻ ആയാലും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ ആയാലോ വീട് വെക്കാൻ വെച്ചിട്ട്. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് വെക്കാൻ കഴിയില്ല, ഉറപ്പാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്ന് സഹായിക്കും. സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക, അല്ലാതെ ഇപ്പോൾ സഹായിക്കാനുള്ളവർ സഹായിക്കുകയല്ലേ, അല്ലാത്തവർ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയല്ല. അപ്പം എന്താ ഞാൻ പറയുക, എല്ലാവരും നമ്മളെ പോലൊക്കെ തന്നെ ഇക്കാലം. പിന്നെ പഠിച്ചവനോട് പറയുന്നുണ്ട്, പഠിച്ചവനോട് പറഞ്ഞിട്ട് സബൂർ ചെയ്തിട്ട് സബൂർ ഇല്ലാണ്ടായിക്കണം. ക്ഷമ കടൽ കെട്ടിക്കണം. ക്ഷമയില്ല, ക്ഷമിച്ചിട്ട് ഇത്രയായി. ക്ഷമ വിടൽ തുടങ്ങിക്കണം. ജീവിക്കാൻ മുതലാണ്ടായിക്കണം. അങ്ങനെയൊക്കെ പാടെ കഴിയണം ഇപ്പോൾ. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് കണ്ടത് തറ ഇടാർന്നു വിചാരിക്കാനേ. കയ്യിലൊന്നും ഇല്ല, ആരോടും ചോദിച്ചിട്ടോ കടം മേടിച്ചിട്ടോ ഒക്കെ. എന്നാൽ പിന്നെ തറട്ടേൻ്റെ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു നെടുമ്പേരി വെച്ചിട്ടാലോ. ഈ വാടക കൊടുക്കാണ്ട് ഇരിക്കായിരുന്നു. അങ്ങനെ കരുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ, അങ്ങനെ കിടക്കുകയാണ്. വഴി കുറവാണ് പറഞ്ഞില്ലേ, വഴി കുറവാണ്. അതാ അപ്പോൾ എനിക്കൊരു ടെൻഷൻ വീട് വെക്കാനേ.